ചാനൽ. അപ്പം നമ്മൾ ഇന്ന് അടുത്ത സെക്കൻഡ് ഗേൾസ് ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുവാണ്. നമ്മൾ കയറിയപ്പോൾ ട്രെയിനിലാണ് പോകുന്നത്. ഡെസ്റ്റിനേഷൻ ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. ഭയങ്കര തിരക്കായിരുന്നു നമ്മൾ ട്രെയിനിൽ കയറിയപ്പോൾ. ഇപ്പോഴാണ് നമുക്ക് സീറ്റ് കിട്ടി ഒന്ന് സെറ്റിലായത്. അപ്പം അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഫ്രീ ആയപ്പോൾ വീഡിയോ എടുത്താണ്. ഇത് ഭയങ്കര തീറ്റയും കാര്യങ്ങളൊക്കെയാണ്. മാൾച്ചിച്ചി ഹായ് പറഞ്ഞു. മാൾച്ചിച്ചി എന്താ പറയാനുള്ളത് ഈ പോകുന്നതിനെ കുറിച്ച്? ഞങ്ങൾ ഗേൾസ് ഓൺലി ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ട്രിപ്പായ വർക്കല ട്രിപ്പ് നിങ്ങൾ അതിഗംഭീരമായി ഇംഗ്ലീഷ് കണ്ടുകിടും പ്രാർത്ഥിക്കുന്നു. ചേച്ചി എന്താ പറയുന്നത്? എനിക്ക് എന്താ പറയാനുള്ളത് അത് പറയാം. എന്തിനൊക്കെ പറയണോ? മാതളെ കൊണ്ട് കൊല്ലത്തെത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നെക്സ്റ്റ് വർക്കല. അവിടെ നമ്മള് നേരെ തൻ്റെ കൂടെ ഞാൻ വ്ലോഗ് ചെയ്യില്ല കേട്ടോ. എന്നിട്ട് അവള് നേരെ റിസോർട്ടിലേക്ക് പോകും. ട്രിപ്പ് ഫുള്ളായിട്ട് കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ രേഷുവാണ്. നിങ്ങളുടെ സ്വന്തം കണ്ടിന്യൂറ്റി ആയിട്ടുള്ള രേഷുവാണ്. ഓക്കെ, താങ്ക് യു. ഇത് ഞാൻ സൂക്ഷിച്ചു വെക്കുന്നതായിരിക്കും. അതൊന്നും പറയാനില്ലാത്ത എനിക്ക് വരാൻ താല്പര്യമില്ലായിരുന്നു. എന്റെ പൊന്നതാണ് ഇവരൊക്കെ നിർബന്ധിച്ചിട്ട് വന്നതാണ്. ഓക്കെ, ഒരു ബൈ എങ്കിലും പറയാം. നമുക്കിനി വർക്കല എത്തിയിട്ട് കാണാന്ന് പറയാം. നമ്മൾ ട്രെയിൻ ഇറങ്ങിയിട്ട് നേരെ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിക്കോട്ടെ. രാവിലെ നമ്മളൊന്നും കഴിച്ചില്ലായിരുന്നു. അപ്പോൾ നേരെ അവിടെ കണ്ടിട്ട് ഹോട്ടലിൽ കയറി. നമ്മൾ ഓർഡർ ചെയ്തത് പൂരി മസാലയായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും ചായ കുടി കഴിഞ്ഞിട്ട് നേരെ അവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ ടാക്സിയും കിട്ടും, അതുപോലെ തന്നെ നമ്മുടെ ഓട്ടോയും കിട്ടും. അപ്പോൾ നമ്മൾ ടാക്സിയാണ് പ്രിഫർ ചെയ്തത്. അപ്പോൾ അവിടെ നിന്നൊരു കുറച്ച് സമയമുണ്ട്. അപ്പോൾ നമ്മളിനി നേരെ റിസോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ റിസോർട്ട് എത്തിട്ടോ. നമ്മുടെ എസ്ക്ലിഫ് ബ്ലാക്ക് ബീച്ച് റിസോർട്ടിലാണ് നമ്മൾ സ്റ്റേ ചെയ്തേക്കുന്നത്. സോ അങ്ങനെ നമ്മൾ നമ്മുടെ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ റൂം വരുന്നത്. എൻ്റെ കാഴ്ച ഞാൻ കാണിച്ചു കേട്ടോ. ഇത് നമ്മൾ കയറി വരുന്ന ഇത് നേരെ കാണുന്ന കടലാണേ. ചെറിയ കടൽ. നമ്മൾ നേരെ ഇവിടുന്ന് നേരെ കാണുന്ന കടലാണ്. നമ്മൾ നോർത്ത് ക്ലിഫിലാണ് സ്റ്റേ ചെയ്തത്. ക്ലിഫിൽ തന്നെയാട്ടോ നമ്മുടെ സ്റ്റേ വരുന്നത്. നമ്മുടെ റിസോർട്ടിൽ നേരെ ഇറങ്ങുന്നത് ക്ലിഫിൻ്റെ വാക്വേയിലേക്കാണ്. അപ്പോൾ നമുക്ക് അവിടെ നേരെ ഇറങ്ങുമ്പോൾ നമുക്ക് ഇരിക്കുമ്പോൾ തന്നെ അവിടുത്തെ സൗണ്ടൊക്കെ കേൾക്കും തിരമാലയുടെ. പിന്നെ അവിടെ നേരെ ഇങ്ങനത്തെ സ്ട്രീറ്റിലേക്കാണ് ഇറങ്ങുന്നത്. ഇപ്പോൾ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഓഫ് കോഴ്സ് റെസ്റ്റോറൻറ്റും ഉണ്ട്. അപ്പം നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. പിന്നെ കല്ലുകളോ ഇവിടെയൊക്കെ ഒരു ഷോപ്പുകൾ. വരുമ്പോൾ നേരെ ഒരു കഫേ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് റെസ്റ്റോറൻറ്റ്, അവിടെ നമുക്ക് ഫുഡും കാര്യങ്ങളും വാങ്ങിക്കാം. ഭയങ്കര റേറ്റാണ് കാര്യങ്ങൾക്കൊക്കെ. നല്ല സാധനങ്ങളൊക്കെ ഉണ്ട്, നല്ല രസമൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാം നല്ല റേറ്റിലാണ് വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാ കടകളും കയറി ഇറങ്ങി നോക്കിയിട്ട് പോവാം.
പക്ഷെ ഡ്രസ്സൊക്കെ കൊള്ളാല്ലേ. സോ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിക്കണം. പരിപാടി നടക്കണം. ഇവിടെ വന്ന് നമ്മൾ പിന്നെ കണ്ട അപ്പുറത്ത് അപ്പം നമ്മളിപ്പോൾ വൈകുന്നേരമായി. അപ്പം എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം നമ്മൾ വന്നു, പിന്നെ കുറച്ച് ഫുഡൊക്കെ കഴിച്ച്, പിന്നെ നമ്മൾ കുറച്ച് നേരം അങ്ങോട്ടോട്ട് വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. ഞങ്ങൾ കുറേ നാൾ കൂടിയിട്ടൊക്കെ കാണുന്നതാണല്ലോ. അപ്പോൾ എല്ലാവരും അങ്ങോട്ടോട്ട് വർത്താനമൊക്കെ പറഞ്ഞ് പിന്നെ നമ്മൾ നേരെ ഒരു 3:30 കഴിഞ്ഞപ്പോഴത്തേനും ബീച്ചിലേക്ക് ഇറങ്ങി. ഇവിടുന്ന് നേരെ നോക്കുമ്പോൾ കാണുന്നത് ബീച്ചാണ്. അപ്പോൾ നമ്മൾ നേരെ ബീച്ചിലേക്ക് ഇറങ്ങി. എന്നിട്ട് ഇവിടുന്ന് ഇപ്പോൾ കയറി വന്നിട്ടുള്ളൂ. ഇപ്പോൾ സമയം 6:15 അതുവരെ നമ്മൾ ബീച്ചിൽ അടിപൊളിയായിരുന്നു. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അടിപൊളി വൈബായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പം ഫ്രഷ് ആവാൻ വേണ്ടി വന്നേക്കോ. ഇനിയിപ്പോൾ നൈറ്റ് നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. വർക്കലയൊക്കെ കുറേ ഇപ്പം പകൽ തന്നെ നമ്മളെല്ലായിടത്തും കടകളും അതും ഇതൊക്കെ കുറേയൊക്കെ കണ്ടു. ഇനി നൈറ്റ് ലൈഫ് എങ്ങനെയാണെന്ന് ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. അപ്പം അതൊന്ന് കാണാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ലൈറ്റൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരെ ക്ലിഫിൻ്റെ അടുത്ത് തന്നെയുള്ള എസ് ക്ലിഫ് ബ്ലാക്ക് ബീച്ച് റിസോർട്ടിലാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മളിങ്ങനെ ഫ്രണ്ടിൽ വന്നിരിക്കുവാണ്. അപ്പോൾ രണ്ടുപേരും ഫ്രഷ് ആവാൻ പോയിട്ടുണ്ട്. ബാക്കി ഞാൻ രണ്ടുപേരോട് ഇരിക്കുവാണ്. അപ്പോൾ ഇവിടെയൊക്കെ ലൈറ്റൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കര വൈബാട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ല രസം എന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ട് കാണാനായിട്ട്. കാണാൻ മാത്രമല്ല നമുക്ക് നല്ല എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. ഞങ്ങളുടെ ഫസ്റ്റ് ട്രിപ്പ് ഞങ്ങൾ 4 പേരായിട്ട് പോയത് ഓൾറെഡി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഒരു ടെൻറ്റ് സെറ്റപ്പായിരുന്നു. ഇത് അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് നമ്മൾ ബീച്ചിലേക്ക് വന്നേക്കണം. രണ്ട് വൈബായത് കാരണം ഒരു രക്ഷയില്ല, അടിപൊളി. സത്യം ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഇപ്പോഴും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ബാക്കി ഇപ്പോഴേ ഞാൻ നാളെ പോകുന്ന കാര്യം വെച്ചിട്ട് എനിക്ക് ഭയങ്കര സങ്കടം. നാളെ സമയമുണ്ട്. അപ്പോൾ അതുവരെ നൈറ്റിലിനി എന്തൊക്കെ നടക്കുന്നത്, എന്തൊക്കെ പാർട്ടീസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് പാർട്ടിയും കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ രാവിലെ ഞങ്ങൾ ഇവരുടെ പൂളുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇന്ന് പൂളിൽ പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ അതിനുള്ള ടൈം കിട്ടിയില്ല. നമ്മൾ കുറേ വർത്തമാനമൊക്കെ പറഞ്ഞു. പിന്നെ നേരെ ബീച്ചിൽ പോയി. ഇത്രയും സമയമായല്ലോ. അപ്പോൾ നാളെ രാവിലെ സൺറൈസൊക്കെ കണ്ട് ഇവിടെ നേരെ ഞാൻ പറഞ്ഞില്ല ബീച്ചായതാണ് നമുക്കിനി ഇരിക്കാൻ ഭയങ്കര രസമാണ്. അപ്പം അവിടെ നിന്ന് അതൊക്കെ കണ്ടിട്ട് നേരെ പൂളിൽ പോയി ഫ്രഷായിട്ട് തിരിച്ച് റിട്ടേൺ പോകാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 5:30 നമുക്ക് റിട്ടേൺ ട്രെയിൻ ഉള്ളത്. അപ്പോൾ അതുവരെ വേറെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസൊക്കെ നോക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. സോ ഞാൻ പോയി ഫ്രഷായിട്ട് വരാം. അങ്ങനെ നമ്മൾ വൈകുന്നേരം നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ സ്റ്റേ ചെയ്യുന്ന സ്ഥലം. നേരെ ഇനി ഇവിടെ എന്താണെന്നുള്ളത് നോക്കിയിട്ട് പോകാം. രാവിലെ കണ്ട സ്ഥലത്തിൻ്റെ നൈറ്റ് വ്യൂ. എല്ലാടോ ഇവിടെ
ഒരു കഫേ കണ്ടു. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാം നമ്മൾ. അങ്ങനെ ഞങ്ങൾ നടന്ന് കുറേ കടകളും കുറേ ഇതൊക്കെ കണ്ട് അവസാനം ഒരു കോഫിയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ കണ്ട ഒരു ഷോപ്പിൽ കയറിയതാണ്. നല്ല അവിടുത്തെ ഇൻറ്റീരിയർ എന്ന് അധികം പറയാൻ പറ്റില്ല, പക്ഷെ അവിടെ ചെയ്ത് വെച്ചേക്കുന്ന ഒരു വേറെ വൈബാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ കയറി ജസ്റ്റ് ഞാൻ ഒരു ലൈം ടീ പറഞ്ഞു, ആ ചേച്ചി ഒരു കോഫി പറഞ്ഞു, ആ ചേച്ചി കോൾഡ് കോഫി പറഞ്ഞു, കുഞ്ഞ് ബൂസ്റ്റ് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഓരോന്നൊക്കെ രാത്രി ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുവാണ്. നമ്മൾ കഫേ ഇറ്റാലിയൻ്റെ ഫ്രണ്ടിലാണ്. പക്ഷെ ഒരു വൈബ് കേട്ടോ. നമ്മളിപ്പം നടക്കാനൊക്കെ നൈറ്റ് വൈബ് ചെയ്തോണ്ടിരിക്കുക. രക്ഷയിലാണ്. വൈബ് ഭയങ്കര വൈബ്. ഫുൾ ഞാൻ ഭയങ്കര ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ട് ഇരിക്കുകയാണ് ഗായ്സ്. സമയം ഇപ്പം 11:30 നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഇവിടെ ഇപ്പോൾ ചുമ്മാ ഇങ്ങനെ ഇരിക്കുക കാറ്റൊക്കെ കൊണ്ട്. പക്ഷെ നല്ല രസമാണ്, നല്ല വൈബാണ്. ഞാൻ എപ്പോഴും പറയുന്നുണ്ടെന്ന് തോന്നല്ലേ. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. 2-3 ദിവസം കൂടി നിൽക്കാനൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ പല സാഹചര്യങ്ങളാലും പല പ്രശ്നങ്ങളാലും നമുക്ക് അത് എന്തായാലും ഇല്ല. എന്നാലും കൊള്ളാം. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പം ഫുഡ് കഴിച്ചിട്ടുള്ളൂ. ഇനി കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടിയതല്ലേ ഒന്ന് ചില്ലൊക്കെ ചെയ്തിട്ട് കിടന്നുറങ്ങും. പിന്നെ രാവിലെ ഇതുവരെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. പിന്നെ ഞങ്ങൾ നല്ല പൂളിലൊന്ന് ഇറങ്ങണം എന്നൊക്കെ ഇന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ രാവിലെ നടക്കുമെന്ന് അറിയത്തില്ല. എന്തായാലും നോക്കട്ടെ. ഇതൊക്കെ നിറച്ച് ഇപ്പോഴും ആൾക്കാരുണ്ട് കേട്ടോ ഈ ടൈമായിട്ടും. ഞാൻ നല്ല ബീച്ചിൻ്റെ തൊട്ടടുത്തായത് ഇങ്ങനെ ആൾക്കാരെയൊക്കെ നമുക്കിങ്ങനെ കാണാൻ പറ്റും നടന്നു പോകുന്നതൊക്കെ. അതുകൊണ്ട് തന്നെ അത് കണ്ടിങ്ങനെ ഇരിക്കാനായിട്ട് രസം. ഗുഡ് മോർണിംഗ്. രാവിലെ ആയി. ഇപ്പോൾ ഒരു 6:30 ആയിട്ടുണ്ട്. ഞാൻ എണീറ്റിട്ടുണ്ട്. അവരിടന്ന് ഉറങ്ങുക. എണീറ്റിൻ്റെ സൗണ്ടൊക്കെ വല്ലാണ്ടിരിക്കണം. അപ്പോൾ നല്ല തണുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പുറത്ത് വന്നിരിക്കുക, കാറ്റൊക്കെ ഉണ്ട്. സോ നൈസ്. ഇപ്പം അങ്ങനെ അവിടെ വന്നിങ്ങനെ ഇരിക്കുകയാണ്. നല്ലൊരു സ്പോട്ടാണ്. നമുക്കിങ്ങനെ ഇരിക്കാനൊക്കെ നല്ല സുഖമാണ്. രാവിലത്തെ വ്യൂ കാണിച്ചു കേട്ടോ. വ്യൂ അല്ല, കടലിൻ്റെ ഒരു ഇത് നോക്കട്ടെ. കടകളൊക്കെ അടച്ചിട്ടേക്കാണ്. നേരെ കടല്. വെയിലിന് കണ്ടോ?
എവിടെ? ഞാൻ കണ്ടില്ലല്ലോ. നോണ പറയല്ലേ കേട്ടോ, കള്ളമല്ലേ. നമ്മൾ റെഡിയായി, രാവിലെ ആയി, എല്ലാം റെഡിയായി കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ വീട്ടിൽ പോകാനായിട്ടാണ് പ്ലാൻ. വീഡിയോഗ്രാഫിയും കാര്യങ്ങളൊക്കെ കാര്യമായിട്ട് നടക്കുക. ഫുഡ് കഴിക്കാനായിട്ട് അവർ റെസ്റ്റോറൻറ്റിലാണ്. നല്ല വ്യൂ എന്നൊക്കെ. കാണാൻ പറ്റില്ല, ഭയങ്കര വെട്ടമാണ്. അല്ല, പുറത്തുനിന്ന് ഭയങ്കര വെട്ടമാണ്. നമ്മുടെ മെനു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. വീണ്ടും നമ്മൾ ഹോട്ടലിൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ്. കുറേ ഫോട്ടോസ് അങ്ങനെ എടുത്തു. പക്ഷെ ഭയങ്കര വെയിലാണ്, അത് കാരണം ചൂടെടുത്തിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡഡാണ്, റൂമിൻ്റെ കൂടെ. എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല നല്ല ഫുഡായിരുന്നു. പിന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ബ്രെഡ് ജാം, അതുപോലെ തന്നെ ദോശ, ചമ്മന്തി, സാമ്പാർ, പിന്നെ മുട്ട പുഴുങ്ങിയത്, പിന്നെ നമുക്ക് ഉപ്പുമാവും കടലക്കറിയും, അങ്ങനെ അത്യാവശ്യം നല്ല മെനു ആയിരുന്നു. അപ്പോൾ അതും കഴിഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ ക്ഷീണിച്ച് വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു 1 hour ഉണ്ട് ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യാനായിട്ട്. ചെക്കൗട്ട് ചെയ്തിട്ട് ബാക്കി പ്ലാൻ എന്താണെന്ന് ആലോചിക്കണം. 5:30ക്കാണ് നമുക്ക് ട്രെയിൻ വരുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് വേണം, അല്ല 5:30 വരെ എന്ത് ചെയ്യുന്നുള്ളതാണ് ഇപ്പോഴത്തെ കൺഫ്യൂഷൻ. വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ.